ഹലോ ഗേസ്, നമ്മളെല്ലാവരും ഒരുപോലെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്ന ISL മാമാങ്കത്തിന്റെ ഒരു വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിലേക്ക് തിരികെ എത്തുകയാണ്. ഒരു ലോങ് ബ്രേക്കിന് ശേഷം ISL പുനരാരംഭിക്കുമ്പോൾ ഇവിടെ കുറെ കൺഫ്യൂഷൻസ് നമുക്കിടയിലുണ്ട്. ഇതുവരെയായിട്ടും പല കാര്യങ്ങളിലും നമുക്ക് ക്ലാരിഫൈ ലഭിച്ചിട്ടില്ല. അതിന് സ്ട്രീമിംഗ് ആകട്ടെ, ഇനി ഓരോ സ്റ്റേഡിയങ്ങളാവട്ടെ, എല്ലാ കാര്യത്തിലും പല കൺഫ്യൂഷൻസും അവിടെയും ഇവിടെയും ഉണ്ട്. എന്നാൽ കൂടുതലായിട്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇത് നടത്തുന്നത് AIFF ആണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അലമ്പ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു ടീമാണ്. ഇനിയിപ്പോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വന്നാൽ തന്നെ എത്രയോ താരങ്ങൾ ഈ ഒരു 5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊഴിഞ്ഞു പോയി. അതുപോലെ തന്നെ കുറച്ച് താരങ്ങൾ വന്നിട്ടുമുണ്ട്. എല്ലാം ഒരു അൽക്കുലത്തായി നിൽക്കുകയാണ് ഇവിടെ. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ISL ലൈവ് സ്ട്രീമിംഗ് ഓൺലി ഫാൻ കോഡ്. ഇതാണ് പ്രധാനമായ പ്രശ്നം. ഫാൻ കോഡ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ആണ്. അതാണ് പ്രധാന കാരണം. അതിനിപ്പോൾ നമ്മൾ വാദിച്ചാലൊന്നും മാറാൻ പോകണില്ല. കാരണം ISL റവന്യൂ വേണം. നമ്മൾ കണ്ടാലേ പൈസ കൊടുത്ത് കണ്ടാലേ ISL റവന്യൂ കിട്ടുള്ളൂ. അതായത് തേർഡ് പാർട്ടി ലിങ്ക്സ് വെച്ചത് കാണാമെന്ന് പ്രതീക്ഷിക്കേണ്ട. കയ്യായിരിക്കും അവിടെയുടെ ഇല്ലീഗലായിട്ടുള്ള തേർഡ് പാർട്ടീസ് ലിങ്ക് 12th മേ മലയാളം, അതുപോലെ തന്നെ മറ്റു വേണമെങ്കിൽ എപ്പിക് സ്പോർട്സ് സാധ്യതയുണ്ട്. എന്നാലും തേർഡ് പാർട്ടി ലിങ്ക് വെച്ച് കാണുക എന്നുള്ളത് ഒരു മോശമായ കാര്യമാണ്. കാരണം നമ്മളാണ് ISL റവന്യൂ കൊടുക്കേണ്ടത്. നമ്മളടുത്തു നിന്നാണ് റവന്യൂ കിട്ടുക. ഇതിപ്പോൾ ഇത്രയും ബ്രേക്ക് ആയതിനു ശേഷം ISL പെട്ടെന്ന് റവന്യൂ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇതുപോലത്തെ ഈ ലൈവ് സ്ട്രീമിംഗ് കൂടെ ഒക്കെ കിട്ടുള്ളൂ. കാരണം ഇപ്പം മറ്റൊരു ഭാഗത്തു കൂടെ നോക്കുകയാണെങ്കിൽ എല്ലാ ടീംസും അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ കളി ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 250 ടിക്കറ്റിന് ക്യാഷ് വരും. പക്ഷേ ഇപ്രാവശ്യം തന്നെ സീസൺ ടിക്കറ്റിന് വരെ കാശ് വളരെ കുറച്ചിട്ടാണ് എല്ലാ ടീംസും നൽകുന്നത്. പിന്നെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യത്തിൽ മറ്റ് TV ചാനലുകൾ ഈ ലൈവ് ഏറ്റെടുത്തതായിട്ടൊന്നും ഇതുവരെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളം കമന്ററി എല്ലാം അനിശ്ചിതാവസ്ഥയിൽ കിടക്കുകയാണ്. ഒന്നും ആദ്യമേ ഫിക്സഡ് അല്ല, എല്ലാം അവിടെയും ഇവിടെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇനി ലൈവ് സ്ട്രീമിൽ ചിലപ്പോൾ ഫാൻ കോഡ് മാറ്റിന്ന് വരാം. എല്ലാം അൽക്കുലത്തായി നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഡ്രിയാൻ പോയി, നോഹ സദോയി പോയി, അതുപോലെ തന്നെ ഈ അടുത്ത് കൊണ്ടുവന്ന സൂപ്പർ കപ്പിന് വേണ്ടി ഡ്യൂറൻകപ്പിന് വേണ്ടി കൊണ്ടുവന്ന തിയാഗോ പോയി. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉബിയേറ്റ പോയി. ചുരുക്കി പറഞ്ഞാൽ ഡാവിഡ് കറ്റാല കൊണ്ടുവന്ന എല്ലാവരും പോയിട്ടുണ്ട്. ഇനി പുതുതായിട്ട് ഒരു 5 താരങ്ങളെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ആ 5 ഫോറിൻ പ്ലേയേഴ്സും ഇന്ത്യയിൽ കളിച്ച് പരിചയമില്ലാത്ത ഫോറിൻ പ്ലേയേഴ്സാണ്. എന്നാലും ചിലരിൽ നമുക്ക് പ്രതീക്ഷകൾ കാണാൻ കഴിയുന്നുണ്ട്. വെച്ചാൽ PSG യൂത്ത് ടീമിനായി കളിച്ച പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഏതായാലും ഫെബ്രുവരി 14 വൈകുന്നേരം 5 മണിക്ക് കൊൽക്കത്തയിലെ സ്റ്റാർ ലേക്ക് സ്റ്റേഡിയത്തിലെ പതിവ് പോലെ അൻബക്കാൻ vs KBFC ഓപ്പണിംഗ് മാച്ച് ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ടെമ്പററി ആണെങ്കിലും ദിസ് ഈസ് വൺ ഓൺലി പെർമനന്റ് ചേഞ്ച്.